ഹായ് ഫ്രണ്ട്സ്, ആരോസ് വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബ്രെഡ് സാൻഡ്വിച്ച് ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ സാൻഡ്വിച്ചിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാൻ പോവുകയാണ്. അതിനായി നമുക്ക് മയോണൈസ് ആവശ്യമുണ്ട്. മയോണൈസ് കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മയോണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിലേക്കായി 4 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 3 ചെറിയ വെളുത്തുള്ളിയുടെ അല്ലി, 1/4 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം കൂടി മിക്സിയിൽ നന്നായി അരയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഓയിൽ കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് മിക്സി കറക്കിക്കൊണ്ടിരിക്കുക. അത് തിക്ക് ആവണ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഫില്ലിങ്സിനുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ്സിലേക്കായി 4 സബോള, 2 തക്കാളി, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം എന്നിവ ചെറുതായി അരിഞ്ഞതും അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മയോണൈസും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ബ്രെഡിന്റെ മുകളിൽ തേക്കുന്നതിന് വേണ്ടി കുറച്ച് മയോണൈസ് നമുക്ക് മാറ്റി വെക്കണേ. ഇനി നമുക്ക് നമ്മൾ മുട്ടയിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്ന മഞ്ഞക്കരു ഒരു ചട്ടിയിൽ വെച്ച് വറുത്തെടുക്കാം. ഇത് നിർബന്ധമില്ല, മഞ്ഞക്കരു വേസ്റ്റ് ആകാതിരിക്കാൻ ഞാൻ ചെയ്തതാണ്. നമുക്ക് അത് സാൻഡ്വിച്ചിലേക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ബ്രെഡ് റെഡിയാക്കാം. അതിനായി പാൻ അടുപ്പത്ത് വയ്ക്കാം. ചൂടായി കഴിയുമ്പോൾ ബട്ടർ തേച്ച് കൊടുക്കാം. അതിൽ ബ്രെഡ് മുരിച്ചെടുക്കാം. എന്നിട്ട് ബ്രെഡ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. അതിലാദ്യം ടൊമാറ്റോ സോസ് തേച്ച് പിടിപ്പിക്കുക. പിന്നെ നമ്മുടെ ഫില്ലിങ്സ് ചേർക്കുക. അതിൻ്റെ മുകളിൽ മല്ലിയിലയും വറുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും വെച്ച് കൊടുക്കുക. അടുത്ത ബ്രെഡിൽ കുറച്ച് മയോണൈസ് തേച്ച് ഫില്ലിങ്സിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. നമ്മുടെ അടിപൊളി ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചീസിൻ്റെ 1-2 ലെയർ വെച്ച് കൊടുത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.